കൂടുതൽ, കൃഷിക്കുള്ള വസ്തുക്കൾ കൂടുതൽ, കൃഷിക്കാർ കൂടുതൽ, പണിയെടുക്കുന്നവർ കൂടുതൽ. എന്നിട്ട് ദാരിദ്ര്യം കൂടുതൽ. അപ്പൊ ദാരിദ്ര്യം എന്നും ആപേക്ഷികവും കൃത്രിമവുമാണ്. അതുണ്ടാക്കിയ ഒരു നന്മയായിരുന്നു അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം. ചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്നെണ്ണം. ഇത് അനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ് അവരുടെ ബീജാത്മകർമാശയ കാലദോഷങ്ങൾ മാറിയത്. പിതാവിന്റെ ബീജാശയം കർമാശയം, മാതാവിന്റെ ബീജാശയം കർമാശയം, കാലം, മാതാവിന്റെ ആഹാരവിഹാരങ്ങൾ, മാതുസ്തദാഹാരവിഹാരദോഷൈഹി കുർവന്തി ദോഷ വിവിധാനി ദുഷ്ട സംസ്ഥാന വർണ്ണേന്ദ്രിയ വൈകൃതാനി. ഇങ്ങനെയാണ് വൈകൃതങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചരകൻ. അതുകൊണ്ടാണ് ചര്യകളിൽ ഈ മൂന്നെണ്ണം, ശാരീരികം മൂന്നെണ്ണം അതിപ്രധാനമാണ്. ഏതൊക്കെയാണ്? അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം. ഉപേക്ഷിക്കണമെന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ ഹിംസ, സ്തേയം, അന്യഥാകാമം. ഈ മൂന്ന് ചര്യകളരുത്. ഇതുപോലെ തന്നെ വാക്ക്. ശിക്ഷാശാസ്ത്രം എന്നൊന്ന് ഭാരതീയർക്കുണ്ട്. ശബ്ദങ്ങളെ ശരിയായി പഠിക്കുന്നതിനാണ് ശിക്ഷാശാസ്ത്രം. വ്യാകരണ നിയമങ്ങളൊക്കെ അതിനുള്ളതാണ്. പാണിനീയ ശിക്ഷ, നാരദീയ ശിക്ഷ, വാസിഷ്ഠ ശിക്ഷ, യാജ്ഞവൽക്യ ശിക്ഷ, ഇങ്ങനെയൊക്കെ ശിക്ഷാഗ്രന്ഥങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ സുശിക്ഷിതനായി വളരണം. കാരണം ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. ശബ്ദം സുശിക്ഷിതമായി ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവും. കാരണം ആകാശത്തിന് മാറ്റം സംഭവിക്കും. വൈകൃതങ്ങളായ ശബ്ദങ്ങളെല്ലാം അന്തരീക്ഷത്തെ തകർക്കും. ആകാശത്തെ പരിണമിപ്പിക്കുകയും അത് പരിണമിച്ചുണ്ടാകുന്ന വായുവും അത് പരിണമിച്ചുണ്ടാകുന്ന അഗ്നിയും അത് പരിണമിച്ചുണ്ടാകുന്ന ജലവും അത് പരിണമിച്ചു വരുന്ന പൃഥ്വിയും കലാപകലുഷിതമാവും. ചര്യയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശബ്ദശാസ്ത്രത്തിന്റെ പ്രയോഗത്തിലെ മര്യാദ. വാക്ക് അഗ്നിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വളരെ ശ്രദ്ധിച്ചു വേണം വാക്കിനെ ഉപയോഗിക്കാൻ. സുശിക്ഷിതമായ കണ്ഠത്തിൽ നിന്ന്, താലുവിൽ നിന്ന്, ഓഷ്ടത്തിൽ നിന്ന് ഒക്കെ സ്ഥാനമറിഞ്ഞ് ശബ്ദങ്ങൾ വരണമെന്നാണ് പ്രാചീനന്റെ നിയമം. ചില ആളുകൾക്ക് ചില ഭാഗങ്ങളിൽ രോഗമുണ്ടായാൽ ശബ്ദം നേരെ വരില്ല. കണ്ടിട്ടുണ്ടാവും തളർന്നവരെയൊക്കെ. തിരിച്ചൊന്ന് ചിന്തിക്കുക, ശബ്ദം തെറ്റായി ഉപയോഗിച്ചാൽ ഈ രോഗം വരുമോ എന്ന് ചിന്തിക്കുക. മനസ്സിലായോ എന്നറിയില്ല. ഉപയോഗിക്കേണ്ടതിൻ്റെ കൃത്യത, അതിൻ്റെ ഹ്രസ്വം, ദീർഘം, പ്ലുതം, അനുനാസികം, അനനുനാസികം തുടങ്ങി ശബ്ദശാസ്ത്രത്തിന്റെ എല്ലാ അംശങ്ങളും, സ്പർശങ്ങൾ, ഈശസ്പർശങ്ങൾ, അന്തസ്ഥങ്ങൾ, ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ
അത് വിധിയാം വണ്ണം ഉപയോഗിക്കാൻ ചെറുപ്പത്തിൽ പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു പഴയ ആളുകളുടെ നിയമം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, സുശിക്ഷിതനായി പറയാൻ ശ്രമിക്കണം. ഇന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തെറ്റാണെങ്കിലും മാർക്ക് കൊടുക്കണമെന്നാണ്. റൈറ്റ് അല്ലേ? MAക്ക് പോലും പഴയ കാലത്ത് അങ്ങനെയല്ല. കാരണം ഇത്ര ശതമാനം സ്റ്റേറ്റ് ആവറേജ് ഉണ്ടാക്കണമെന്ന് മാത്രമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പഠിച്ചു പാസ്സായി വരുന്നവർ സുശിക്ഷിതരായിരിക്കില്ല. അങ്ങനൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിഷ്ഠയുണ്ടാവണം സുശിക്ഷിതനായി ഇറങ്ങണമെന്ന്. അപ്പോഴാണ് സ്തോഭം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്. ശബ്ദം കേൾക്കുമ്പോൾ, ശബ്ദം ഉപയോഗിക്കുമ്പോൾ, ശബ്ദത്തിന്റെ അനുരണനമുണ്ടാകുമ്പോൾ ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതുകൊണ്ട് ശബ്ദത്തിന് ശബ്ദഗുണവും അർത്ഥഗുണവും ഉണ്ടാകണം. പഴയ ആളുകൾ പറയുക, പാർവതി പരമേശ്വരന്മാരെ പോലെ ഇരിക്കണം ശബ്ദത്തിൻ്റെ ശബ്ദഭാഗവും അർത്ഥഭാഗവും എന്നാണ് പറയുക. വാക്യാർത്ഥ വിചാരത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ സംഭാഷണം ചെയ്ത ചില കുട്ടികൾക്ക് ജന്മനാ ഗുണമുണ്ടാവും. അവരുടെ സംഭാഷണം ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ആ ശബ്ദം എന്തൊക്കെയോ തരുന്നതായി തോന്നും. ശബ്ദം കൊണ്ട് മാത്രം അത് ആകർഷണീയമാവും. സംഗീതം, സാഹിത്യം, കല, അതുപോലെ തന്നെ പ്രഭാഷണം, ഇവയിലൊക്കെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ അതിന് വ്യക്തതയുള്ള ഒരാശയം ഉണ്ടായിരുന്നാൽ കൂടുതൽ ഉത്തമമാവും. ശബ്ദത്തിൻ്റെ ഉദാത്തം, അനുദാത്തം, സ്വരിതം ഇവ അതിൻ്റെ ശാബ്ദിക പ്രപഞ്ചമാണ്. അത് മാത്രം മതിയാവും ശബ്ദപ്രയോജനം നേടാൻ. പലപ്പോഴും വ്യാഖ്യാനിച്ച് അർത്ഥം മനസ്സിലായിട്ടൊന്നുമല്ല പല ശബ്ദങ്ങളും നമ്മളെ അനുസരിപ്പിക്കുന്നത്. അച്ഛൻ പറയുമ്പോൾ അനുസരിക്കുന്നു, അമ്മ പറയുമ്പോൾ അനുസരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അമ്മ പറയുമ്പോഴേ അനുസരിക്കുന്നു, അച്ഛൻ പറയുമ്പോൾ അനുസരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. പഴയ കാലത്തെ ആളുകളെ എടുത്താൽ അച്ഛൻ പറയുന്ന സമയത്ത് അനുസരിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു, മറന്നു പോകുന്നു. അമ്മ പറയുമ്പോൾ തന്നെ അനുസരിക്കുന്നു. ഇക്കാലത്ത് അമ്മ പറയുമ്പോൾ എല്ലാം കേൾക്കുന്നു, സമ്മതിക്കുന്നു, അനുസരിക്കാതിരിക്കുന്നു. അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ അനുസരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൽ നേരുണ്ടോ? ഇവരുടെയൊക്കെ കാലത്ത് അമ്മ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ എന്തു വില കൊടുത്തു നടത്തിയിരിക്കും. Am I right? അച്ഛൻ പറഞ്ഞാൽ എല്ലാം ശരിയാണെന്ന് സമ്മതിക്കും, ചിലപ്പോൾ മറന്നുപോകും ചെയ്യാൻ. മനഃപൂർവ്വമൊന്നുമല്ല, മറന്നുപോകുന്നതാണ്. Am I right? ഇന്ന് മറന്നുപോകുന്നുമല്ല, അമ്മ വിളിച്ചു പറഞ്ഞാൽ പറ്റില്ലെന്ന് നേരെ പറയും. അച്ഛനാണ് പറയുന്നതെങ്കിൽ ചെയ്യുന്നു. ഇങ്ങനെയാണ് പൊതുവെ കാണുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. ജനറലി ഇങ്ങനെയാണ് കാണുന്നത്. Am I right? എന്താ കാരണം? അമ്മയിൽ നിന്ന് വരുന്ന ശബ്ദം
എതിർക്കാനുള്ളൊരു പ്രവണത ശബ്ദത്തിനകത്ത് ഒളിഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? നാളെ ഞാൻ പറഞ്ഞാലും ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ശബ്ദത്തിന് ചില പ്രത്യേകതകളുണ്ട്. ശബ്ദാനുസാരിയായ ചര്യകൾ വളരെയാണ്. അതിൽ 4 പ്രധാനമാണ്. പൈശുനമരുത്, കുശുമ്പ് പറയരുത്, കുശുമ്പ് പറയുന്ന, പൈശുനം പറയുന്ന ആളിൻ്റെ കോശങ്ങളിൽ നിന്ന് ഒരു ഭാവമുണ്ടാവും. അയാൾ ആരോട് പറയുമ്പോഴും നല്ല കാര്യം പറഞ്ഞാൽ പോലും അവർ ഉൾക്കൊള്ളില്ല. പരുഷമരുത്. ഒരു കാര്യം 2-3 തരത്തിൽ പറയാം. ഒന്ന്, ശാസ്ത്രമൊക്കെ ഉപയോഗിച്ച് മര്യാദാമസൃണമായി എതിരാളിക്ക് എതിർപ്പില്ലാത്ത വിധം പറയാം. എതിർപ്പുണ്ടാകുന്ന വിധം പരുഷമായി പറയാം. ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ പാരുഷ്യം കൊണ്ട് അനുകൂലിക്കാതെ വരും. അപ്പോൾ അതിന് മറുപുറം അപ്പോൾ അറിയണം. എങ്ങനെയാണ്? പ്രസന്ന മധുരമായി, ചിന്തോദ്ദീപകമായി, സത്യമായി, അനുദ്വേഗകരമായി, പ്രിയമായി, ഹിതമായി പറയണം. എത്ര എണ്ണമുണ്ട്? പ്രസന്ന മധുരമായി പറയണം. പ്രസന്നമായിരിക്കണം പറയുന്നത്, മധുരമായിരിക്കണം പറയുന്നത്. മധുരമാണെങ്കിൽ മാത്രമേ അകത്തിന്ന് ദഹിക്കുകയുള്ളൂ. കയ്പാണെങ്കിൽ ചെവി അപ്പോഴേ തുപ്പിക്കളയും. ഭയം കൊണ്ട് കൂടെ പെരുമാറുകയൊക്കെ ചെയ്യും, പക്ഷേ ചെയ്യുന്നത് വിപരീതമായിരിക്കും. അപ്പോഴാണ് ദുഃഖം ഉണ്ടാവും. ഞാൻ എത്ര കഷ്ടപ്പെട്ടു, എന്നിട്ടെന്താ ഇതൊന്നും നേരെയാകാത്തത് എന്ന ദുഃഖം ഉണ്ടാവും. അതിനാണ് പ്രസന്ന മധുരമായി പറയണം. പ്രസന്നം മധുരം എന്നത് 2 പദങ്ങളാണ്. ചില ആളുകൾ സംഭാഷണം ചെയ്യുമ്പോൾ അത് അതീവ പ്രസന്നമായിരിക്കും, മധുരമായിരിക്കും. നല്ല ഗദ്യ കവിത പോലെ ഒഴുകും. പദങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വളരെ അടുക്കില്, നല്ല ശയ്യയില്, നല്ല പാകത്തില് ഒക്കെ ആയിരിക്കും പോകുന്നത്. ആ രീതിയിലായിരിക്കണം സംഭാഷണം പോകുന്നത്. അതിന് ചെറുപ്പത്തിലെ പഠിക്കണം. മധുരമായി സംഭാഷണം ചെയ്യാൻ ചെറുപ്പത്തിലെ പഠിക്കണം. ചര്യയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ നിങ്ങൾക്ക് ലോകത്ത് ആരോടെങ്കിലും ഇടപെടണമെങ്കിൽ, കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മധുരമായി സംഭാഷണം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ പ്രസന്ന മധുരമായി എന്തു പറഞ്ഞുവോ അത് മറ്റേയാൾ ചിന്തിക്കാവുന്ന വിധത്തിൽ സംഭാഷണം ചെയ്യണം. വിട്ടുകളയുന്ന വിധത്തിലാകരുത്. ചിന്തോദ്ദീപകമായിരിക്കണം. പറയുന്നത് സത്യമായിരിക്കണം. അനുദ്വേഗകരമായിരിക്കണം. കേൾക്കുന്നയാളിന് ഉദ്വേഗമുണ്ടാവരുത്. പ്രിയമായി സംഭാഷണം ചെയ്യണം. ഹിതമായി സംഭാഷണം ചെയ്യണം. പൈശുനം അരുത്, പരുഷം അരുത്, അനിർതം അരുത്, അസത്യമരുത്. സർവോപരി സംഭിന്നാലാപമരുത്. അന്യർ കലഹിക്കുമാറു വർത്തമാനം പറയും.
സമീപകാലത്ത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം കോശീയ തലത്തിലുള്ളതാണ്, കോശങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പഴയ കണ്ടുപിടുത്തങ്ങളോ പഴയ കാര്യങ്ങളോ പോലും പോരാതെ വരുന്നുണ്ട് ആധുനികർക്ക്. അതുകൊണ്ടാണ് അവർ പുതിയ പുതിയ ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കുന്നത്. കോശാന്തര വ്യാപാരങ്ങളിലാണ് രോഗങ്ങളധികവും. സൈറ്റോളജിക്കൽ. വീട്ടിലൊരാളാണ് അച്ഛൻ. വീട് എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ, ആ വീട്ടിലെ വേലക്കാർ ഒക്കെ അടങ്ങുന്നതിനെയാണ് വീടെന്ന് പറയുന്നത്. ഇവയെല്ലാം സന്തോഷ സമന്വിതം ഒരുമിച്ച് പോകുമ്പോഴാണ് വീട് ആനന്ദപ്രദമാകുന്നത്. ഇതുപോലെ നമുക്കൊരു മസ്തുളങ്കമുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ അന്ധക്കരണമുണ്ട്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം തുടങ്ങി ധാതുക്കളുണ്ട്. ഇവയുടെ ചേർച്ചയാണ് നമ്മൾ. മസ്തുളങ്കവും കണ്ണുമായൊന്ന് പിണങ്ങിയാൽ കാഴ്ച കിട്ടില്ല. പുറത്തെൻ്റെ അച്ഛനോട് ഞാൻ പിണങ്ങുമ്പോൾ, എൻ്റെ അമ്മയോട് ഞാൻ പിണങ്ങുമ്പോൾ, എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ തെറ്റിക്കുമ്പോൾ, എൻ്റെ ഓഫീസിൽ ചെന്ന ഓഫീസറെയും മറ്റൊരാളെയും തമ്മിൽ തെറ്റിക്കുമ്പോൾ, മനുഷ്യരെയും തമ്മിൽ പല കാരണങ്ങളാൽ തെറ്റിക്കുമ്പോൾ, മനുഷ്യരെയും സസ്യങ്ങളെയും തമ്മിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് തെറ്റിക്കുമ്പോൾ എൻ്റെ കോശങ്ങളിൽ ആ തെറ്റലിൻ്റെ പ്രതിബിംബം വീഴുന്നുണ്ടാവും. ചോദ്യം മനസ്സിലായോ എന്നറിയില്ല. ഉണ്ടാവുമോ? എൻ്റെ ബോധപ്രക്രിയക്കകത്തേക്ക് ഞാൻ രണ്ടുപേരെ തമ്മിൽ കലഹിപ്പിക്കുമ്പോൾ എൻ്റെ ധാതുക്കളിൽ അതിൻ്റെ പ്രതിബിംബം വീണ് കലഹത്തിൻ്റെ വിത്ത് എന്നിൽ ഉടലെടുക്കുന്നുണ്ടാവുമോ? ഉണ്ടാവണം. കറക്റ്റാണ്, ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടാവുന്ന വിത്തുകളാണ് കോശീയ വ്യവസ്ഥയിൽ, കോശദ്രവങ്ങളിൽ, കോശകേന്ദ്രങ്ങളിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് എന്നൊക്കെയാണ്. കേട്ടിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ അങ്ങനെ അത് പഠിച്ചിട്ടുണ്ടാവില്ല. പ്രാചീനനെ പഠിച്ചാൽ, വിശ്വാമിത്രാദികളെ പഠിച്ചാൽ, വിശ്വാമിത്ര സൂത്രങ്ങളും മറ്റും എടുത്തു പഠിച്ചാൽ കാണാം വളരെ വ്യക്തമായി ധർമ്മസൂത്രങ്ങളിൽ, ഗൃഹ്യസൂത്രങ്ങളിൽ ഇതിൻ്റെ വളരെ പ്രകടമായ പഠനങ്ങൾ. അവിടെയാണ് മനുഷ്യൻ്റെ കോശങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാതെ ആ കോശങ്ങൾ സമദോഷ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയമന സ്വസ്ഥ അഭിധീയതേ. സ്വാസ്ഥ്യമുണ്ടാകണമെങ്കിൽ ഇതെല്ലാം സന്തോഷത്തിലിരിക്കണം. കോശത്തിൻ്റെ പ്രത്യേകതയോ, അതിന് ഏറ്റവും വലിയ പ്രത്യേകത മരിക്കാതിരിക്കാനുള്ള ഇച്ഛയാണ്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലും മരണമല്ല. ഓരോ കോശവും അങ്ങനെയാണ്. The fascinating nature of the cells is its potential immortality. The book of human body, Nature of Cells എന്ന പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. The nature of cells, the book of human body. അതിൽ ഓരോ കോശത്തിൻ്റെയും അഭിവാഞ്ച 1000 വർഷം ജീവിച്ചിരിക്കാനാണ്. ഇത് ഇന്ന് പറഞ്ഞതാണ്. അതിപ്രാചീന കാലത്ത് ഓജസ്കരങ്ങളായ ചിന്തകളിൽ പരമപ്രധാനമായ 2 രസായനങ്ങൾ, നിത്യരസായനങ്ങളാണ്. ഒന്ന് സത്യം, 2 കൃതജ്ഞത.
രസായനങ്ങളൊന്നും വാങ്ങിച്ചു കഴിക്കില്ല. നമ്മൾ ജീവിതത്തിൽ പുലർത്തിയാൽ, ആചരിക്കുകയാണെങ്കിൽ, ചര്യയിലുണ്ടെങ്കിൽ പ്രഥമമാണ് സത്യം പറയുക. സത്യം പറഞ്ഞാൽ ഒട്ടേറെ ഔഷധങ്ങൾ ഒഴിവാക്കാം. രണ്ടാണ് കൃതജ്ഞത. കൃതജ്ഞത എന്ന് കേട്ടിട്ടുണ്ടാവും, ഉണ്ടോ? ലോകത്ത് എവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും ഒരു സാധനം വാങ്ങിക്കഴിച്ചാലും അവരോട് കൃതജ്ഞത ഉണ്ടാവണം. അതുകൊണ്ട് മോശമായവരോട് വാങ്ങിക്കഴിക്കരുത്. കഴിച്ചു പോയാൽ കൃതജ്ഞത വേണം. മഹാഭാരത യുദ്ധത്തിങ്കൽ ഭീഷ്മരും ദ്രോണരുമൊക്കെ വിഷമിച്ചതാണ്. കർണൻ വിഷമിച്ചത് അവിടെയാണ്. കൃതജ്ഞത ദുര്യോധനനോട് കാണിക്കാതിരിക്കാനാവില്ല. അപ്പൊ സ്വജീവിതത്തെ ഹോമിച്ചുകൊണ്ട് കൃതജ്ഞത കാണിച്ച് ശുദ്ധമാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. അതുകൊണ്ട് കൃതജ്ഞത നിത്യരസായനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സംഭിന്നാലാപം അരുത്. 4 വാചിക പാപം അരുത്. 3 മാനസിക പാപം അരുത്. നമ്മുടെ മനസ്സിനെ ഒരിടത്തിരുന്ന് ശ്രദ്ധിച്ചു നോക്കണം. അന്യനാപത്ത് വരുന്നത് സന്തോഷമാണോ? സമീപകാലത്ത് അത് വളരെ ഇഷ്ടമായതുകൊണ്ടാണ് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ആപത്തുകളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലൊക്കെ നോക്കിയാൽ പല കുട്ടികളുടെയും മൊബൈലുകളിൽ ഒരു ആന ഓടി നടന്ന് എല്ലാവരെയും കുത്തി, ഇങ്ങനെയുള്ളതൊക്കെ കാണാം. സമീപകാലത്ത് ഒരിടത്ത് ചെന്നപ്പം കുട്ടികളോട് ഏതാണ് കാണുന്നതെന്ന് ചോദിച്ചു ക്ലാസ്സിൽ. അപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഒരാന ബഹളം വെച്ച് കുത്തിയതാണ് ഞങ്ങളുടെയൊക്കെ മൊബൈലിൽ വിറ്റായിട്ട് കിടക്കുന്നത്. അന്യന്റെ ആപത്തും അന്യന്റെ വേദനയും ചിത്രീകരിക്കാനുള്ള അഭിവാഞ്ച, അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള അഭിവാഞ്ച, അതിൻ്റെ വാർത്തകൾ വായിക്കാനുള്ള അഭിവാഞ്ച, ഇത് ചര്യയിൽ എപ്പോഴെങ്കിലും പെട്ടുപോയാൽ ജീവിതം ദുസ്സഹമായി തീരും. ഒരു കുട്ടി ജയിച്ചു, അതിൽ സന്തോഷിക്കുക. തോറ്റു, അതിലല്പം ദുഃഖിക്കുക. ഇത് മനുഷ്യ സഹജമാണ്. സമന്മാരോട് മൈത്രി ഉണ്ടാവുക, താഴെയുള്ളവരോട് മൈത്രി ഉണ്ടാവരുത്. മുകളിലുള്ളവരോട് മൈത്രി ഉണ്ടാവരുത്. കൂട്ടുകുടുംബം ശ്രദ്ധിക്കണം. എൻ്റെ വീട്ടിലെ സാമ്പത്തികത്തിന് അടുത്ത് സാമ്പത്തികമില്ല. എൻ്റെ അച്ഛനമ്മമാരുടെ സ്വഭാവത്തിനടുത്ത് സ്വഭാവമുള്ള അച്ഛനമ്മമാരുള്ള, എൻ്റെ വീട് പുലർത്തുന്ന ലാളിത്യത്തിന് സമമായി ലാളിത്യമുള്ള വീട്ടിലെ കുട്ടികളോട് വേണം ബന്ധപ്പെടാൻ. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ വലിയ വീട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ കയ്യിൽ ഒരുപാട് ഉപകരണങ്ങളൊക്കെ കാണും. ഓരോ ദിവസവും മാറുന്ന മൊബൈലുകൾ, വസ്ത്രങ്ങൾ, സാധനങ്ങൾ ഒക്കെയായിട്ടുള്ള കുട്ടികളെ ചിലപ്പോൾ കണ്ടുവന്ന് വരും. കൂട്ടുകൂടിപ്പോയാൽ നിങ്ങളുടെ പഠിത്തം പോവും, നിങ്ങളുടെ ജീവിതം പോവും, നിങ്ങളുടെ അച്ഛനമ്മമാരുമായുള്ള സൗകുമാര്യതയുള്ള ബന്ധം പോവും. കാരണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി അവരൊരുപാട് സാധനം വാങ്ങിച്ചു തന്നു, നിങ്ങളും വാങ്ങിച്ചു കൊടുക്കണം എവിടുന്നെങ്കിലും. അതിന് കക്കും. ചിലപ്പം വീട്ടിൽ അച്ഛനും അമ്മയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ചോദിച്ചാൽ തരില്ല, കാരണം അതിനുള്ളതില്ല. അതുകൊണ്ട് എപ്പോഴും ആലോചിക്കണം, മൈത്രി സമന്മാരോട് മാത്രമേ ആകാവൂ. പ്രായം സമമായിരിക്കണം. പ്രായം കൂടിയവരോട് കൂട്ടുകൂടരുത്, പ്രായം കുറഞ്ഞവരോട് കൂട്ടുകൂടരുത്. ഇന്ന് കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണത, പ്രായം കൂടിയവരോട് കൂട്ടുകൂടും, അവരുടെ കൊള്ളിക്കരുതാഴികൾക്കൊക്കെ നമ്മൾ വിധേയരാവും. എന്നിട്ട് അകാലത്തിൽ നരയ്ക്കും, കുരയ്ക്കും.
കണ്ടിട്ടില്ല? കുട്ടിക്കാലത്ത് തന്നെ നര വരിക. മഹാഭാരതകാരനായ വേദവ്യാസൻ പറയുന്നത് 16 വയസ്സുള്ള നരന്മാരും നരച്ചിടും. ബാക്കി നിങ്ങളോട് പറയാൻ കൊള്ളുന്നല്ല. അത് നിങ്ങൾ പ്രായമാവുമ്പോൾ പഠിച്ചെടുത്തോളൂ. അപ്പം അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം പ്രായം കൂടിയവരോട് കൂട്ടുകൂടുന്നതാണ്. പ്രായം കൂടിയവരെ ബഹുമാനിക്കണം, കൂട്ടുകൂടരുത്. സമപ്രായക്കാർ തമ്മിൽ മാത്രമേ മൈത്രിയാകാവൂ. സമസാമ്പത്തികമുള്ളവർ തമ്മിലേ മൈത്രിയാകാവൂ. സമസ്വഭാവമുള്ളവർ തമ്മിലേ മൈത്രിയാകാവൂ. സമാനതയുള്ള കുടുംബ ബന്ധങ്ങളുള്ളവർ തമ്മിൽ മാത്രമേ മൈത്രിയാകാവൂ. തൻ്റെ നിലയേക്കാൾ താഴ്ന്ന ആളുകളെ കാണുമ്പോൾ കരുണയുണ്ടാവണം. അവരെ മൈത്രിയിൽ സ്വീകരിക്കരുത്. അച്ഛൻ എനിക്ക് എന്തും തരും, എനിക്ക് ധാരാളം സാമ്പത്തികമുണ്ട്, ഞാൻ വണ്ടിയിലാണ് വരുന്നത്. സ്കൂളിൽ നിന്ന് നടന്നു പോകുന്ന ഒരു കുട്ടിയെ അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ കരുണ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകും. മൈത്രിയായിട്ട് കൂട്ടരുത്. കൂടെ ഒപ്പം ഇരുത്തി മൈത്രിയായിട്ട് കൂട്ടിക്കൊണ്ടുപോയി നാളെ ആ കുട്ടി അതുപോലെ പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതിനെ വിഷമത്തിലാക്കരുത്, അതിൻ്റെ പഠിത്തം നശിപ്പിക്കരുത്. അതിനുകൊണ്ട് മൈത്രി കൊണ്ട് എല്ലാ സാധനവും കൊടുക്കരുത്. കാരുണ്യം കൊണ്ട് പഠിക്കാനുള്ളത് എടുത്തു കൊടുക്കാം. അപ്പൊ കരുണയാവാം. ഒരാൾ വളരുന്നത് കാണുമ്പോൾ, ഒരാൾ വലിപ്പം നേടുമ്പോൾ സന്തോഷമുണ്ടാകാം, മോദമുണ്ടാകണം. ആരുടെ വളർച്ചയിലും സന്തോഷിക്കണം. ഇതൊക്കെയാണല്ലോ. ഇന്റർവെല്ലോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. നിങ്ങളുടെ സംഘാടകരോ നിങ്ങൾ കുട്ടികളോ പറയണേ. നോട്ടീസ് അതുകൊണ്ടാണ് വെച്ചേ. ഐ സോറി, എന്നോട് ക്ഷമിക്കണേ. ഞാനോടത്ത് നിങ്ങൾ എന്തെങ്കിലും മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് തെറ്റിപ്പോയതാണ്. സമയം എന്തായി? ചര്യയിൽ സൂക്ഷിക്കേണ്ടതാണ് അന്യന് ആപത്തു വരണം എന്നുള്ള വിചാരമരുത്. വിചാരം തന്നെ കയറി വരുന്നതാണ്. അതുകൊണ്ട് കയറി വരുമ്പോഴേ അതിനെ ഒബ്സർവ് ചെയ്താൽ അതങ്ങ് പോവും. വെറുതെ നിരീക്ഷിച്ചാൽ മതി. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ദുരാശ. ഞാനും ഒരു പദാർത്ഥവുമായുള്ള ബന്ധം. വസ്ത്രം, ധനം, വീട്, ഉപകരണങ്ങൾ ഇവയൊക്കെയായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ബന്ധങ്ങളെല്ലാം മോചനം നേടാൻ പ്രയാസമുള്ളതാണ്. ഈ ബന്ധങ്ങളെല്ലാം ദുഃഖമുണ്ടാകുന്നതാണ്. ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്താൻ അത്യധ്വാനം വേണ്ടതാണ്, ശ്രമം വേണ്ടതാണ്. ഇതിനെല്ലാം കാരണമായിത്തീരുന്നത് ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് അതിന് പറയുന്ന പദം ദുരാശ എന്നാണ്. അഭിധ്യ എന്നാണ് അതിൻ്റെ പദം. ഒരു സാധനം കയ്യിൽ വരുമ്പോൾ ഇതെന്തിനാണ്? ഒരു നിയോഗം കൊണ്ടാണ് വരുന്നതെങ്കിൽ ആ സാധനത്തിൻ്റെ ദേവത എന്നാൽ സംതൃപ്തമാകണം. എനിക്കറിയാവുന്നതും ആവശ്യമുള്ളതും അതിലൂടെ ആ വസ്തുവിൻ്റെ ദേവതയെ സംതൃപ്തമാക്കുന്നതും മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ഉദാഹരണം, ഒരു മൊബൈൽ തന്നെ കിട്ടിയാൽ അതിലെന്തെല്ലാം ചെയ്യാൻ എനിക്കറിയാം, അതിലേതിനെല്ലാം ഉപകാരം എനിക്കുണ്ട്,
ഉപകാരങ്ങളൊന്നുമില്ലാത്ത അതിൽ അഭിമാനിക്കാനാണോ അത്രയും കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു സാധനം ഞാൻ മേടിച്ചിരിക്കുന്നത്? ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ അച്ഛനമ്മമാരോട് കുട്ടിക്കാലത്ത് തന്നെ പറയുന്ന കുട്ടികളുണ്ട്, എനിക്കത് വേണ്ട, അത്ര എനിക്ക് ഉപയോഗിക്കാനാവില്ല. അത് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വന്നാൽ എൻ്റെ ജീവിതമാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ദുരാശയില്ല, എനിക്കിത്രയും മതി. ആവശ്യമില്ലാത്തൊന്നും അച്ഛൻ കൊണ്ടുവന്നു, അമ്മാവൻ കൊണ്ടുവന്നു, സഹോദരൻ കൊണ്ടുവന്നു, മറ്റേ ആളിന് കൊടുത്തേക്കൂ, എനിക്ക് വേണ്ട. എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഈ അച്ചടക്കത്തിൽ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ കോശങ്ങൾക്ക് ആ അച്ചടക്കം ഉണ്ടാവും. കോശമാപിനി, അതിനൊരു കാലമുണ്ട്. അതിനെ നിങ്ങളുടെ ഭാഷയിൽ സൈറ്റോക്രോം എന്ന് പറയും. ഈ പദം കേട്ടിട്ടുണ്ടോ? കോശമാപിനി എന്നാണ് അതിൻ്റെ പദം. സൈറ്റോളജിക്കലായി വളരെ പ്രാധാന്യമുള്ളത്. അതാണ് വാർദ്ധക്യം നിശ്ചയിക്കുന്നത്. പൂർത്തീകരിക്കപ്പെടാത്ത അഭിലാഷങ്ങൾ, അസാധാരണങ്ങളായ അഭിലാഷങ്ങൾ, ദുരാശകൾ, ഇവയൊക്കെ മനസ്സ് കോശദേവതകളിലേക്ക് സംക്രമിപ്പിക്കുമ്പോൾ പെട്ടെന്നാണ് വാർദ്ധക്യം ഉണ്ടാകുന്നത്. വളരെ വേഗത്തിൽ. കുട്ടികളൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് വൃദ്ധരാകുന്നത്. ഹൃദയവും മറ്റും വാർദ്ധക്യത്തിലേക്ക് പോയാൽ ഒരു കയറ്റം കയറാനാവില്ല. ചില അവയവങ്ങൾ മാത്രമായി തെരഞ്ഞെടുത്ത് വാർദ്ധക്യത്തിലേക്ക് പോകും. കണ്ണുകൾക്ക് വാർദ്ധക്യം വന്നാൽ വാർദ്ധക്യ സഹജങ്ങളായ കണ്ണിൻ്റെ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാവും. ചെവിക്ക് വാർദ്ധക്യം വന്നാൽ ചെവിയിൽ വാർദ്ധക്യ സഹജങ്ങളായ രോഗങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ചെറുപ്പത്തിലുണ്ടാവുന്നു. വാതാദി രോഗങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ വരുന്നതാണ്. അതൊക്കെ വളരെ ചെറുപ്പത്തിൽ വരുന്നത്. ഇത് ചര്യയുടെ വൈകല്യം കൊണ്ടുവരുന്നതാണ്. ജീവിതചര്യ വൈകല്യമുള്ളതല്ലെങ്കിൽ കോശവാർദ്ധക്യം തടയാം. വളരെ ദീർഘകാലം ആനന്ദത്തോടുകൂടി ജീവിക്കാം. ഭാരതീയ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദുരാശ അരുത്. ചര്യയിൽ അപ്പോൾ ഹിംസയരുത്, സ്ഥേയമരുത്, അന്യഥാകാമമരുത്, പൈശുനമരുത്, പരുഷമരുത്, അനൃതമരുത്, സംഭിന്നാലാപമരുത്, വ്യാപാദമരുത്, അഭിധ്യയരുത്. ഇനി ഒരെണ്ണം കൂടെ, ദൃഗ്വിപര്യമരുത്. ജീവിതം വിശ്വാസ അധിഷ്ഠിതമാണ്, യുക്തി അധിഷ്ഠിതമല്ല. വളരെ ചെറുപ്പത്തിൽ കടന്നുകൂടുന്ന വിശ്വാസത്തിലാണ് ജീവിതം ധന്യമാകുന്നത്. പഠിക്കുന്നത് യുക്തി അധിഷ്ഠിതമായ. ജീവിതത്തിന് യുക്തിയില്ല. പഠിച്ചു കഴിയുമ്പോൾ ഇന്ന് നിങ്ങളെല്ലാം എവിടെയായിരുന്നാലും വരാൻ പോകുന്ന അപകടത്തെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള സംരക്ഷണത്തിനാണ് ഒരുങ്ങുന്നത്. പഴയ ആളുകൾ അപകടം വരുമ്പോൾ മാത്രമേ അതിൽ നിന്നുള്ള മോചനത്തിന് ചിന്തിച്ചിരുന്നുള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയായി എണ്ണുന്നത് അപകടങ്ങളെ മുൻകൂട്ടി കാണുന്നു, അതിനനുസരിച്ചുള്ള കരുതലെടുക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ്റുകളും കുടുംബങ്ങളും വ്യക്തികളും ക്രൈസിസ് മാനേജ്മെൻറ്റുകളും ഇന്ന് പറയുന്നത്. പക്ഷെ കോശത്തിന് ജീവിക്കാനുള്ള അഭിവാഞ്ച വളരെ കൂടുതലായതുകൊണ്ട്, കരുതൽ കുറവായതുകൊണ്ടല്ല അപകടം വരുന്നത്. കരുതൽ വ്യക്തിയുണ്ടാക്കുന്ന കരുതലുകളല്ല കരുതൽ. കരുതൽ
മനസ്സ് ധനാത്മകമായി ചിന്തിക്കുന്നത് മാത്രമാണ് കരുതൽ. ഋണാത്മകമായ ചിന്ത, ധനാത്മകമായ ചിന്ത എന്ന് രണ്ടുണ്ട്. ധനാത്മകമായി ചിന്തിക്കുന്ന ഒരാളിന് അപകടങ്ങൾ നന്നേ കുറയും. നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് അനുഭവം. വ്യക്തി എന്നത് അവന്റെ ചിന്തയാണ്. അതുകൊണ്ട് ചര്യയെ എൻ്റെ ചിന്തയാണ് എൻ്റെ ജീവിതം എന്ന തലത്തിൽ ശുഭോദർക്കമാക്കി വെക്കുന്നവന് മാത്രമാണ് സുഖമായി ജീവിക്കാൻ കഴിയുന്നത്. ചര്യയിൽ ഏറ്റവും പ്രധാനമാണ്. പക്ഷെ ഇന്ന് വൈദ്യന്മാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അധ്യാപകർ, അച്ഛനമ്മമാർ എന്ന് തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവർ വരാൻ പോകുന്ന അപകടത്തെയാണ് ആദ്യം പ്രവചിക്കുന്നത്. അപകടങ്ങൾ വളരെയും പ്രകൃതിനിഷ്ഠമാണ്. അപകടങ്ങൾ പലതും കാലനിഷ്ഠമാണ്. കാലമോ പ്രകൃതിയോ മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. പിന്നെ എന്ത് കരുതലെടുക്കാനാണ്? പലയിടത്തും ചെന്നാൽ അറിയാം, പല ഫാക്ടറികളിലും അവിടെ ഇവിടെയൊക്കെ പോയാൽ അറിയാം. ഞങ്ങളൊക്കെ താമസിക്കുന്നിടത്തും ഒക്കെ ഉണ്ട്. 2-3 നില കെട്ടിടം ഉണ്ടാക്കിയാൽ തീ പിടിക്കാതിരിക്കാൻ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വെള്ളം മുഴുവൻ കൊണ്ടുപോകണം. 4 ഇഞ്ചും 5 ഇഞ്ചും ഒക്കെ പൈപ്പിലൂടെ. അതിന് പ്രത്യേകം ടാങ്ക് ഉണ്ടാക്കണം. 4 നില കെട്ടിടമൊക്കെ ആണെങ്കിൽ 3 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഒക്കെ ടാങ്ക് ഇതിനു വേണ്ടി മാത്രം വെള്ളം സംഭരിക്കാനുണ്ടാക്കണം. ഉള്ള വെള്ളം എപ്പോഴും അവിടെ സംഭരിക്കണം. ഇതിന് വെച്ചിരിക്കുന്ന 50 HP ഒരു മോട്ടർ വെച്ചിട്ട് അത് അടിച്ചു പോയാൽ അതിന് സ്റ്റെപ്പിനി എന്നുള്ള നിലയിൽ 50 HP വേറൊരെണ്ണം വെക്കണം. ഇത് രണ്ടും ഒന്നിച്ചടിച്ചു പോയാലോ? ചോദ്യം മനസ്സിലായില്ല. ഇതിലൊക്കെ രസം, വെള്ളം ജ്വലനകാരിയാകുമോ? ലോകത്ത് ജ്വലനകാരി അല്ലാത്ത, ജ്വലന സഹായിയും ജ്വലനകാരിയും ഒക്കെ അല്ലാത്ത ഏതെങ്കിലും പദാർത്ഥമുണ്ടോ ശാസ്ത്രമനുസരിച്ച്? ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾ ശാസ്ത്രം പഠിച്ചവരാണ്. വെള്ളം തീ കെടുത്താൻ ഉപയോഗിക്കുന്നതാണോ തീ കത്താൻ ഉപയോഗിക്കുന്നതാണോ? കെടുത്താനും കത്താനും. കാരണം വൈദ്യുതിയുമായി ജലം ബന്ധപ്പെട്ടാൽ കത്തിക്കാനുള്ള ഓക്സിജനും കത്താൻ സഹായകമായ ഹൈഡ്രജനും ഉണ്ടാകും. അപ്പം നിങ്ങളുടെ വൈദ്യുതി കിടക്കുന്ന ലൈനിനോട് നിങ്ങൾ തളിക്കുന്ന വെള്ളം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അണയ്ക്കാനുള്ള തീ ആളിക്കത്താൻ മാത്രമേ വെള്ളം സഹായിക്കൂ. പിന്നെ ഈ വെള്ളം കൊണ്ട് വെച്ച് കെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കൂ? അപ്പൊ നമ്മൾ പരിമിത പരിമാണത്തിലുള്ള ബുദ്ധിയാണ് പലതിനും ഉപയോഗിക്കുന്നത്. പ്രകൃതിയിലെ ഒരു ദുരന്തത്തിനും മാനവശാസ്ത്രങ്ങൾ കൊണ്ട് പരിഹാരമില്ല. അവ പലതും അനുപേക്ഷണീയങ്ങളാണ്. ബോംബെയിലെ ഒരു ടവർ മുഴുവൻ കത്തി, റെക്കാർഡുകൾ മുഴുവൻ നശിച്ചു. ഫയർഫോഴ്സ് ഇല്ലായിരുന്നോ? വെള്ളം അതിലേ പോയിരുന്നില്ലേ? പക്ഷേ ഇന്ന് സംഭവിക്കില്ല എന്ന ഉത്തമമായ വിശ്വാസം കൊണ്ട് പലതിനെയും മുട്ടേറ്റ് ചെയ്യാൻ കഴിയും. പല രോഗങ്ങളിൽ നിന്ന് തന്നെ മോചനം നേടാൻ കഴിയും. മനോബലം,
സൃഷ്ടിയുടെ എല്ലാം ആധാരം മനസ്സാണ്. അത് പുണ്യമുള്ളവൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് മനോബലം. അവിടെയാണ് നേരത്തെ പറഞ്ഞതെല്ലാം സംയോജിച്ചൊരാൾക്ക് ചര്യയിൽപ്പെടുത്താൻ കഴിഞ്ഞാൽ പുണ്യവാനായ അവന് ശുഭചിന്ത മാത്രമേ ഉണ്ടാവൂ. ഞാനാണ് ചെയ്യുന്നത്, നടക്കും. ഒരു വല്ലാത്ത ബോധ്യമാണ്. പാരമ്പര്യത്തിന് ഇതിന് വലിയ ഘടകമുണ്ട്, കണ്ടു വളരുന്ന ജീവിതത്തിന് വലിയ ഘടകമുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും അശുഭങ്ങളായ കാര്യങ്ങൾ കാണാൻ വെമ്പൽ കൊണ്ടോടരുത്. അശുഭ ചിന്തകളെ വളർത്തുന്ന സാഹിത്യവും കലയും ഉപേക്ഷിക്കണം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പെസിമിസ്റ്റിക് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ഇതായിരിക്കും നിങ്ങൾക്കറിയാവുന്ന പദം. Am I right? ബ്രൗണിംഗ് പോലുള്ളവരുടെ കവിതകൾ അതൊക്കെ റോബസ്റ്റ് ഒപ്റ്റിമിസ്റ്റിക്കാണ്. അത് സുഖം പ്രദാനം ചെയ്യും. ഒഥല്ലോ തുടങ്ങിയുള്ള ഷേക്സ്പീരിയൻ നാടകങ്ങൾ, അതിലെ ദുരന്ത പര്യവസായിയായ അംശങ്ങൾ എപ്പോഴും മനസ്സിനെ ദുരന്തങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന്. കഥാപാത്രങ്ങളൊക്കെ ജീവത് പാത്രങ്ങളാണ്. മനസ്സിൽ കയറിയാൽ അത്തരം പുസ്തകങ്ങൾ പഠിക്കാനും പരീക്ഷ എഴുതാനും ഉണ്ടെങ്കിൽ അതിൻ്റെ ചോദ്യത്തിനുത്തരമല്ലാതെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ പഠിച്ച് തലയിൽ കയറ്റരുത്. അധ്യാപകൻ നിർബന്ധിച്ചാൽ. ദുരന്തം കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. ഭാസൻ, ഭവഭൂതി, കാളിദാസൻ മുതലായവരൊക്കെ അതുകൊണ്ടാണ് ദുരന്ത പര്യവസായികളായവ എഴുതാത്തത്. ദുരന്ത കഥാപാത്രങ്ങളെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ട്രാജിക് ഹീറോസ് ഇന്ത്യൻ സാഹിത്യത്തിൽ ഉള്ളിടത്തോളം ട്രാജിക് ഹീറോസ് ലോകത്തൊരിടത്തുമില്ല. പക്ഷെ അവയൊന്നും ട്രാജഡിയല്ല. ജീവിതത്തിലെ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച് ജീവിതം ഏറ്റവും സൗന്ദര്യാത്മകമായി വീക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഭാരതീയരുടെ പന്ഥാവ്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. എത്ര കരുതിയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ദുരന്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ദുരന്തമില്ലാത്തൊരു മനസ്സിൻ്റെ ലോകത്ത് ജീവിപ്പിച്ചത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അതാണ്. ദുരന്തം പ്രതീക്ഷിച്ച് കർമ്മങ്ങളെ കണ്ടെത്തുക, ദുരന്ത ഭാവനയിൽ കർമ്മങ്ങളെ ചെയ്യുക, ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക. ഇതായിത്തീർന്നു ആധുനിക മനുഷ്യൻ. അതിനൊരു ഉത്തരവും പറയും, നിനക്ക് പറയാം, വരുമ്പോഴനുഭവിക്കേണ്ടതാ, അതിന് കരുതി വെക്കുക. പല രോഗങ്ങളും പല ദുരന്തങ്ങളും പ്രതീക്ഷിച്ചാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. അവസാനം ഇവൻ പ്രതീക്ഷിച്ചത് തന്നെ, ആഗ്രഹിച്ചത് തന്നെ, പ്രാർത്ഥിച്ചത് തന്നെ സംഭവിക്കുമ്പോൾ
അവൻ ദൈവതങ്ങളെയും കൂട്ടുകാരെയും ബന്ധങ്ങളെയും എല്ലാം ശപിക്കുന്നു. ജീവിതം ദുരന്ത പര്യവസായിയായ ഒരു നാടകമാവരുത്. ചര്യയിൽ സൂക്ഷിക്കേണ്ടത് ഇതെല്ലാം. ഇതിനെ അവലംബിച്ചുകൊണ്ട് വർണ്ണധർമ്മങ്ങളുണ്ട്, ആശ്രമധർമ്മങ്ങളുണ്ട്. ആശ്രമങ്ങൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. വർണ്ണധർമ്മങ്ങളിൽ ബ്രാഹ്മണ്യം, ക്ഷാത്രം, വൈശ്യം, ശൂദ്രം. ഇതിനെ അവലംബിച്ചുകൊണ്ട് സംസ്കാര കർമ്മങ്ങളുണ്ട്. വിവാഹം, ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, ചൗളം, ഉപനയനം, സമാവർത്തനം, ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ. അവയൊക്കെ ചര്യകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയൊക്കെ നിഷ്ഠാപൂർവം കൃത്യമായി ഭാരതീയ ആചാര്യന്മാർ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അതിലെ ആദ്യത്തേതാണ് വിവാഹം. അത് സഗോത്രയെയും സപിണ്ഡയെയും അരുതെന്നാണ് നിയമം. ഒരേ ഗോത്രത്തിലുള്ളവർ പിണ്ടോദകാദി ക്രിയകളിൽ ഒരുമിച്ചുള്ളവർ ഒന്നും തമ്മിൽ വിവാഹം കഴിക്കരുതെന്നാണ്. അനേക രോഗങ്ങൾ അതുകൊണ്ടുണ്ടാകും. അസപിണ്ടയും അസഗോത്രയുമായിരിക്കണം വധുവായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ. അങ്ങനെ അനേക നിയമങ്ങളുണ്ട്, അതിന് അനേകം അനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. അപ്പോൾ സംസ്കാര കർമ്മങ്ങൾക്ക് ഓരോന്നിനും നിയമമുണ്ട്. അതനുസരിച്ച് വിവാഹ പദ്ധതിയിൽ തന്നെ ആർഷം, ബ്രാഹ്മം, പ്രാജപത്യം ഒക്കെയുണ്ട്. അനേക തരം വിവാഹങ്ങൾ. അതൊക്കെ ചര്യകൾ പഠിക്കുമ്പോൾ അത്യാവശ്യം പഠിക്കേണ്ട. വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ള ചര്യകളുണ്ട്. ദിനചര്യ, രാത്രിചര്യ, ഋതുചര്യ, ഇതെല്ലാം ഉണ്ട്. എല്ലാ ഋതുവിലും ഒരുപോലെ ജീവിക്കാനാവില്ല. വസ്ത്രം ധരിക്കുന്നതിൽ പോലും ഇന്ന് വരുന്ന ഒട്ടേറെ രോഗങ്ങൾ വസ്ത്രം കൊണ്ടുണ്ടാകുന്നതാണ്. നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് ഫോറിനിൽ നിന്ന് വരുന്ന ഒരുപാട് പേറ്റന്റ് വസ്ത്രങ്ങൾ ഇന്ന് വാങ്ങിച്ചു തരുന്നുണ്ട്. റൈറ്റ്? അവയിൽ നിന്ന് ചില പ്രത്യേക റൈസുണ്ട്. ത്വക്ക് രോഗങ്ങൾ ഒട്ട് വളരെ ഉണ്ടാകുന്നത് വെളിയിൽ നിന്ന് വരുന്ന വസ്ത്രങ്ങളുണ്ടാകും. അത് മറ്റുള്ളവരെ കാണിക്കാനിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അല്ല, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകണമെന്നൊരു സങ്കല്പം നിങ്ങൾക്കോ നിങ്ങളുടെ അച്ഛനമ്മമാർക്കോ ഇല്ല. ഇത് ചൂടുള്ള കാലാവസ്ഥയുള്ളതാണ്. വസ്ത്രം പഴയ ആളുകൾ അത്യാവശ്യമേ ധരിച്ചിരുന്നുള്ളൂ. ഇന്ന് ടൈയൊക്കെ കെട്ടിയാണ് നിങ്ങൾ പോകുന്നത്. ആം ഐ റൈറ്റ്? ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ചേർന്നതല്ല. അതിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ അധികവും ടെറിൻ പ്ലസ് കോട്ടൺ, ഇങ്ങനെയൊക്കെ ഒരുപാട് തരം സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ പരുത്തി വസ്ത്രങ്ങൾ മാത്രമേ ആരോഗ്യത്തിന് പറ്റൂ. അപ്പോൾ ചര്യയിൽ വസ്ത്രങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആഹാരം കഴിക്കുന്നതിൽ പാത്രങ്ങൾ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ടംബ്ലറുകൾ, പ്ലേറ്റുകൾ,
ഓക്കെ. അതിലുപയോഗിക്കുമ്പോൾ പോളിത്തീൻ്റെ അനേക വിഭാഗങ്ങളുണ്ട്, ടെട്രാക്ലോറൈഡ് ഉൾപ്പെടെയുള്ള. അവയൊക്കെ ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അതിൽ പലതും നിങ്ങളുടെ കോശങ്ങളിലേക്ക് കടന്നില്ല. മെലാമിൻ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് യൂറിയയും ഫോർമാൽഡിഹൈഡുമാണ്. പഠിച്ച ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. പാത്രം വാങ്ങിക്കുമ്പോൾ പഴയ ആളുകൾ ഗ്ലാസ് പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, കൽച്ചട്ടികൾ ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. ഇന്ന് അലുമിനിയം പോലുള്ള പാത്രങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വെറും വെള്ളമെടുത്താൽ അലുമിനിയം ഓക്സൈഡ് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ചര്യയിൽ പാത്രങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വസ്ത്രങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കിടക്കുന്ന മുറിയും കിടക്കുന്ന കട്ടിലും കിടക്കുന്ന ബെഡും പുതയ്ക്കുന്ന തുണിയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ജീവിതചര്യയെ ക്രമപ്പെടുത്തുമ്പോൾ അനേക കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരും. വിവാഹം കഴിഞ്ഞ ദമ്പതികളായി താമസിക്കുമ്പോൾ അറിയണം. വിവാഹത്തിന്റെ നിയമം തന്നെ എന്തിന് വിവാഹം കഴിക്കുന്നു എന്ന് ആദ്യം അറിയണം. കുട്ടിക്കാലത്ത് തന്നെ അറിയണം. മൃഗതൃഷ്ണയുണ്ട്, ബയോളജിക്കൽ നെസസിറ്റിയാണ്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കുന്നുവെന്നാണ് ഇന്ന് പഠിക്കുന്നത്. ഫലമായി അനേകം മരുന്നുകൾ, അനേകം മാർഗങ്ങൾ, അനേകം കുട്ടി ഉണ്ടാകാതിരിക്കാനുള്ള മുറകൾ, ഇവയുടെയൊക്കെ ലോകങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾ ചെന്ന് വീണ് മഹാരോഗങ്ങളിലേക്ക് പതിക്കുകയാണ്. പഴയ ആളുകളുടെ ബോധത്തിൽ കടന്നുകൂടിയിട്ടുള്ളത് എൻ്റെ ആഗ്രഹങ്ങൾ ഈ ജന്മം കൊണ്ട് പൂർത്തീകരിച്ചിട്ടില്ല, എൻ്റെ ആഗ്രഹങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്തു തീർക്കാനാവില്ല, ഞാൻ ഇനിയും ജനിക്കണം, എന്നെ ജനിപ്പിക്കാൻ ഒരാൾ വേണം, എൻ്റെ വാസനകൾ സംഭൃതമായിരിക്കുന്ന എൻ്റെ പാരമ്പര്യമുള്ള ബീജത്തെ ഞാൻ തന്നെയായി കുട്ടിയായി ജനിപ്പിക്കുന്ന ഒരുവൾ വേണം. ജായ എന്ന പദത്തിനർത്ഥം ജനിപ്പിക്കുന്നവളെന്നാണ്. എന്നെ തന്നെ ജനിപ്പിക്കുന്നവൾ. ജനിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ അമ്മയായി. ഇങ്ങനെയാണ് പഴയ കൺസെപ്റ്റ്. ജായാമേ സ്യാദഥ പ്രജായേയ. അപ്പോൾ വിധിയാം വണ്ണമുള്ള ബ്രഹ്മചര്യവും വിധിയാം വണ്ണമുള്ള മര്യാദയും വിധിയാം വണ്ണമുള്ള ചര്യകളും. ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ അതിന് കാലം, ദേശം, അതിനുപയോഗിക്കുന്ന ബീജം, അതിനുപയോഗിക്കുന്ന അണ്ഡം, ഇതെല്ലാം പരസ്പര കലഹമില്ലാതെ ജീവിതം മുഴുവൻ കലഹിച്ചിട്ടൊരു കുട്ടി ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ പാരമ്പര്യ ജനിതകങ്ങളിൽ നിന്ന് മഹാരോഗങ്ങളും മഹാബുദ്ധിമുട്ടുകളുമുള്ള ബീജത്തെ ആയിരിക്കും അണ്ഡം വർണ്ണമാല്യമിട്ട് സ്വീകരിക്കുന്നത്. അതിലേറ്റവും ആരോഗ്യമുള്ളതിനെ സ്വീകരിക്കാൻ തക്കവണ്ണം സ്ത്രീ മനസ്സിനെ അതിപക്വമാക്കി വയ്ക്കുവാൻ പറ്റിയ ചര്യകളുണ്ട്. സ്ത്രീ ഹോർമോണുകൾ പ്രബലമാകുന്ന ചര്യകളുണ്ട്. ചര്യകൾ മാറി, ആഹാര രീതി മാറി. ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരങ്ങളും പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരങ്ങളും പഴയകാലത്ത് വ്യത്യസ്തമാണ്. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കായും മറ്റും പൊടിച്ച് ആൺകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് റാഗി, കോറ, ഇവിടെ എന്താ പേര് പറയുക, പഞ്ഞപ്പുല്ല്, എന്ത് പേരാ ഇവിടെ പറയുക, മുത്താറി, അത് പലഹാരമാക്കി കൊടുക്കും. കാരണം സ്ത്രീ ഹോർമോണുകൾ ക്രമമായി വന്നാലാണ് മീശ മുളയ്ക്കാതിരിക്കുന്നത്. സ്ത്രീ ഹോർമോണുകൾ ക്രമമായി വന്നാലാണ്
ആർത്തവം മുതലായവ കൃത്യമാകുന്നത്. സ്ത്രീ ഹോർമോണുകളുടെ ആന്തോളനം കൃത്യമാകുമ്പോഴാണ് തൈറോയിഡ് മുതലായവ അസംഗതമാകാതെ വരുന്നത്. സ്ത്രീയായി ജീവിക്കുമ്പോഴാണ് മാനസികമായ ആനന്ദം ഉണ്ടാകുന്നത്. പുരുഷനായി ജീവിക്കുമ്പോഴാണ് പുരുഷനിൽ ആന്തോളനം ഉണ്ടാകുന്നത്. ഇവിടെ പുരുഷനെ സ്ത്രീയാക്കിയും സ്ത്രീയെ പുരുഷനായും ജീവിപ്പിക്കുവാൻ തുടങ്ങുന്ന പ്രകൃതി വൈരുദ്ധ്യത്തിലൂടെ സ്ത്രീ സംഘങ്ങളും അമ്മമാരും ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് കുട്ടികൾ വൈകല്യങ്ങളുടെ കൂത്തരങ്ങായി മാറുന്നത്. TSH സംഭ്രമമില്ലാത്ത പെൺകുട്ടികൾ കുറവാണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH മാറിമറിയാത്ത പെൺകുട്ടികളില്ല. ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതൊക്കെ കാരണം അതാണ്. ഇതിന്റെ ഫലമായി പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOD ഇല്ലാത്ത 18 വയസ്സിന് താഴെയുള്ള പിള്ളേരെ കണ്ടു കിട്ടാനുണ്ടാവില്ല. ഫലമോ ഏത് 10 പെൺകുട്ടികളെ നോക്കിയാലും 3 പെൺകുട്ടികൾക്ക് താടിരോമങ്ങളും മീശയും വളർന്നിട്ടുണ്ട്. പ്ലക്കിംഗ്, വാക്സിംഗ്, ഇലക്ട്രോളിസിസ് ഒക്കെ കഴിഞ്ഞ് കാശിത്രയൊക്കെ മുടക്കിയാൽ നിൽക്കാതെ വരുമ്പോൾ നിത്യവും ആണുങ്ങൾ ചെയ്യുന്നത് പോലെ ഷേവ് ചെയ്യും. ഇതെല്ലാം വരുന്ന ആചാര വൈരുദ്ധ്യം കൊണ്ടാണ്, ആഹാര വൈരുദ്ധ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവിതചര്യയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ചര്യ എന്ന് പറയുമ്പോൾ അത് ക്രമമായി വിവാഹം, ഗർഭാധാനമൊക്കെ വളരെ വളരെ സൂക്ഷിക്കണം. അതിനൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട്. ദാമ്പത്യം വളരെ വിപുലമായ പഠനമാണ്. ഇതൊന്നും യൂണിവേഴ്സിറ്റി തലത്തിലോ സ്കൂൾ തലത്തിലോ ഒന്നും പഠിക്കാനില്ല. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, തോന്നിയ പോലെ ജീവിക്കാം. കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതി അതുമായി യാതൊരു പ്രയോജനവുമില്ലാത്ത 15 കൊല്ലം പ്രാഥമിക പഠനം കഴിഞ്ഞ് 5 കൊല്ലം എൻജിനീയറിങ്ങും പഠിച്ച് പുറത്തേക്കിറങ്ങിയാൽ വല്ല ബാങ്കിലും ക്ലർക്കായി ജോലി നോക്കാൻ പോയി പഠിച്ചതൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. ഇതിനാണ് ഒരു ജന്മം പാഴാക്കുന്നത്. ഇതിനു പകരം കൃത്യമായ ചര്യ ജീവിതത്തിൽ ഉണ്ടാവണം. അതിൽ വളരെ വിപുലങ്ങളായ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നില്ല. 12:30 തോന്നുന്നു, 1 മണിയായി. അപ്പോൾ എൻ്റെ സമയം കൃത്യമായി. 10 മിനിറ്റുണ്ട്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞവയോട് ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കാവുന്നവ ചോദിക്കാം, അറിയാവുന്നത് ഞാൻ പറഞ്ഞു. അറിയാൻ വയ്യാത്തത് അറിയാൻ വയ്യ എന്ന് പറഞ്ഞു. മരുമക്കത്തായം തെറ്റാണ്. വൈദ്യശാസ്ത്ര ദൃഷ്ടിയിൽ മരുമക്കത്തായം തെറ്റാണ്. കാരണം സഹോദരി പുത്രിയെ വിവാഹം കഴിക്കുക പ്രാചീന കാലത്ത് തെറ്റല്ല. പ്രാചീന കാലത്ത് സഹോദരിയുടെ പുത്രൻ എന്ന് പറയുന്നത് ആ ഭർത്താവിലുണ്ടായ ആളല്ല. പൊതുവെ അതുകൊണ്ടത് തെറ്റായിരുന്നില്ല. എൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംബന്ധം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നതുകൊണ്ട് ഭർത്താവ് വേറെയും പിതാവ് വേറെയുമായിരുന്നു. നിയോഗിയുടെ പുത്രനായിരുന്നു. ക്ലിയറായി? അതിന് ബീജം, ബീജഭാഗം, ബീജഭാഗാവയവം അങ്ങനെയാണ് പ്രാചീനർ പറയുക. ബീജം സ്പേം അല്ലെങ്കിൽ ഓവം, ബീജഭാഗം ക്രോമസോം, ബീജഭാഗ അവയവം ജീൻ. ബീജഭാഗ അവയവത്തിന് അത് വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് സുശ്രുതൻ.
രീതിയിലല്ല. എന്നാലും നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകൾ ഒരുക്കുന്നുണ്ട്. ഇത് ഒരു അതിജീവനത്തിന്റെ ആശയത്തിൽ ഉണ്ടാവുന്ന ഒരു ഇതല്ലേ? അപ്പൊ അതിനെ തെറ്റാണെന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെയല്ല തെറ്റാണെന്ന് പറഞ്ഞത്. ആ ദുരന്തം ഉണ്ടാകുന്നത് പ്രകൃതിയിൽ നിന്നല്ല. അത് പലപ്പോഴും ഉണ്ടാകുന്ന മനുഷ്യന്റെ അക്രാമികമായ മുന്നേറ്റത്തിൽ നിന്നാണ്. ജലം അതിന് സ്വച്ഛന്തമായ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ അറിയാതെ തടയുമ്പോൾ അവിടെ പ്രഷർ ഉണ്ടാവും. വെള്ളം ഒഴുകുന്നത് നോക്കിക്കണ്ട് അതിൻ്റെ മര്യാദയ്ക്ക് പ്രകൃതിയിൽ ജീവിക്കുന്നതാണ് ഉദാത്ത മാതൃക. വെള്ളമില്ലാത്തിടത്ത് ചെന്നിരുന്നിട്ട് വെള്ളത്തെ അവിടെ എത്തിച്ച് സംഭരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത് ദുരാശയാണ്. മനസ്സിലായി? കൃഷി ചെയ്യാൻ പലതരത്തിൽ കൃഷി ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നതിന് വേണ്ടി അതിലൂടെ വെള്ളമെല്ലാം തിരിച്ചു വിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണ്. അതിന് എത്രയോ പണം ചെലവാക്കണം. പ്രകൃതിയെ അല്പം പോലും കോപിപ്പിക്കാതെ സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനും അവൻ്റെ ആവാസ വ്യവസ്ഥയെ കൃത്യതയിൽ കൊണ്ടുപോകുന്നതാണ് മര്യാദ. ഇന്ത്യ ലോകത്തിലെ പ്രസിദ്ധങ്ങളായ 12 ബയോഡൈവേഴ്സിറ്റികളിൽ പ്രഥമമായിരുന്നു. മനുഷ്യൻ്റെ ദുരാശ കൊണ്ട് തകർത്തതാണ് ഇതിൻ്റെ മലനിരകളും മറ്റുള്ളതുമെല്ലാം. അപ്പോൾ പ്രകൃതി കോപിച്ചതൊന്നും പ്രകൃതിയുടെ മാത്രം കുറ്റം കൊണ്ടല്ല, ദുരാശയുള്ള മനുഷ്യൻ്റെ അതിക്രമങ്ങൾ കൊണ്ടാണ്. ദുരാശയുള്ള മനുഷ്യൻ അതിക്രമങ്ങൾ കാണിക്കുകയും അതിന് പരിഹാരത്തിനായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാക്കുകയുമാണ്. പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കാത്തത് വീട്ടിൽ നിന്ന് പഠിക്കുകയല്ല ചെയ്യുന്നത്. വീട്ടിലൊരു ചെടിയെ കണ്ട് അതിൻ്റെ പൂ കണ്ട് അതിൻ്റെ രീതികൾ കണ്ട് പഠിച്ചു വളരുകയല്ല. നമ്മളിതെല്ലാം വെട്ടിപ്പിടിക്കാൻ ഓടുക. ഒരുതരം കുടിയേറ്റ മനോഭാവമാണ് സംസ്കാരത്തോടും ഭൂമിയോടുമെല്ലാം നമുക്കുള്ളത്. ക്ലിയറായോ എന്നറിയില്ല. ദുരന്ത പര്യവസായികളെ സാഹിത്യരൂപങ്ങളെ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ രാമായണം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് സീതാദേവിയെ രാമൻ ഉപേക്ഷിക്കുകയാണ്. സീതാദേവി അവസാനം പുലർന്ന് മാതാവിന്റെ അടുത്തേക്ക് പോകുന്നു. രാമൻ വളരെ ഭീമനായിക്കൊണ്ട് ശരീരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇതിന്റെ ദുരന്ത പര്യവസായിയല്ലേ? ആ രാമായണത്തെ തിരിക്കണമെന്നാണ് പറയുന്നത്. അല്ല, ദുരന്ത പര്യവസായിയല്ല. ഞാൻ അവിടെ ഒരു പദം പറഞ്ഞിരുന്നു, എനിക്ക് സമയം കുറവായിരുന്നതുകൊണ്ട്. ദുരന്ത പര്യവസായികളായ നാടകങ്ങൾ, ട്രാജഡികൾ, ട്രാജിക് ഹീറോസ് ഉള്ള നാടകങ്ങൾ രണ്ടും രണ്ടാണ്. ഇന്ത്യ ട്രാജിക് ഹീറോസിനെ ധാരാളം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഞാൻ ആ ചൂണ്ടിക്കാണിച്ച ഒരു കഥാപാത്രം രാമനാണ്. രാമനൊരു ട്രാജിക് ഹീറോയാണ്. രാമന്റെ ജീവിതം ഒരിക്കലും ദുരന്ത പര്യവസായിയല്ല. വളരെ കൂടുതൽ വ്യക്തമാക്കി തരാം. സമയം തികയുമോ എന്ന് എനിക്കറിയില്ല. കാരണം രാമായണത്തിനകത്ത് രാമനും സീതയുമായുള്ള ജീവിതം ഇന്നത്തെ നിലയിൽ നിങ്ങൾ കാണരുത്. കാരണം സീത രാമന്റെ ധർമ്മപത്നിയാണ്. പൂർണ്ണ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് സീതയെ വനത്തിലേക്ക് അയക്കുന്നത്. അതാണ് നിങ്ങളെ ദുരന്ത പര്യവസായി എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. എന്നാൽ രാമൻ വനത്തിലേക്ക് പോയത് എവിടെയാണ്? അല്ല, സീത വനത്തിലേക്ക് പോയത് എവിടെയാണ്? ഉത്തരം നിങ്ങളാണേ പറഞ്ഞ, ഞാനല്ല. വാൽമീകി ആശ്രമവാടിയിലേക്കാണ്. ഒരു വീടിനേക്കാൾ ശബ്ദായമാനമായ ശബ്ദമുഖരിതമായ ഒരു കൊട്ടാരത്തേക്കാൾ ശാന്തസുന്ദരമായിരുന്നു പഴയകാലത്തെ ആശ്രമങ്ങളെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളിത് കേട്ടോണ്ട് ഞാൻ താമസിക്കുന്ന എൻ്റെ ആശ്രമത്തിൽ വന്നാൽ അത് ശബ്ദമുഖരിതമാണ്. മനസ്സിലായില്ല? അതുപോലൊന്നല്ല പൗരാണിക കാലത്തെ ആശ്രമം. അവിടെ നിന്ന് ഹോമധൂപങ്ങളും
വേദഘോഷങ്ങളുമൊക്കെ കേൾക്കുന്നതാണ്. അവിടെ വരുന്നത് ആവശ്യത്തിന് മാത്രമാണ് ആളുകൾ. മനസ്സിലായില്ല? ഇപ്പം ഞാനിന്ന് താമസിക്കുന്നിടത്ത് രാഷ്ട്രീയക്കാർ വരും, മറ്റുള്ളവർ വരും, ആകെ ബഹളമയം. ഞാൻ തന്നെ ബഹളമയമാണ്. ഞാൻ ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിക്കും. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വാൽമീകി ആശ്രമം ഇതുപോലുള്ളതാണ്. അല്ല. മനസ്സിലായി? ശാന്തസുന്ദരവും ശാന്തഗംഭീരവുമായ വാൽമീകി ആശ്രമ വാടിയിലേക്കാണ് സീത ചെന്നത്. ഗർഭസ്ഥ ശിശു തന്നെ മനോഹരമായി വളരാൻ പറ്റിയൊരു അന്തരീക്ഷത്തിൽ. ഇതിനെ നിങ്ങൾ അർത്ഥത്തിലാണ് സീത പരിത്യാഗമെന്നിടുന്നത്? ലൗകികവും ശാരീരികവുമായ അർത്ഥത്തിൽ മാത്രം. ലൗകികമായ അർത്ഥത്തിൽ പൗരാണിക കാലത്ത് ഗർഭിണിയോട് ഒരു പുരുഷന് സഹശയനമോ ശരീരബന്ധമോ പോലും പറ്റില്ല. അത് ഓട്ടിസം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. ആധുനിക കാലത്തെ ഗൈനക്കോളജിസ്റ്റുകൾ 8 മാസം വരെ ശാരീരിക ബന്ധമാവാം എന്ന് പറയുന്നതിൽ നിന്നാണ് ഇന്ന് ഇത്രയധികം ഓട്ടിസം ഉള്ള കുട്ടികൾ ഉണ്ടാകുന്നത്. കാരണം മനസ്സ് തകരുന്നതാണ്. അതേസമയത്ത് ആശ്രമവാടിയിൽ പരിചരണത്തിൽ സീത താമസിക്കുന്നു. ലവൻ അവിടെ വളരുന്നു, കുശൻ അവിടെ വളരുന്നു. ലവൻ്റെയും കുശൻ്റെയും ഒക്കെ വൃത്താന്തത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സമയം ഒരുപാട് എടുക്കുമെന്നറിയാതെ പറഞ്ഞു പോയത്. അങ്ങനെ വളരുന്ന ഈ കുഞ്ഞുങ്ങളുമായി വളരുന്ന സീത അവിടെ നിന്ന് അശ്വരക്ഷിതാവായി പോകുന്ന, രാജസൂയത്തിലേക്ക് പോകുന്ന ആ കുതിരയെ പിടിച്ചു കെട്ടുകയാൽ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരും. അയോധ്യ നിവാസികൾ സീതയിൽ കളങ്കം ആരോപിച്ചതിന് ജനങ്ങളുടെ മനസ്സിനെ മുഴുവൻ അംഗീകരിച്ചു വനത്തിലേക്ക് പോകുന്ന സീത, അംഗീകരിച്ചു വനത്തിലേക്ക് അയക്കുന്ന രാമൻ ദുഃഖിതനായി കൊട്ടാരത്തിലും സന്തുഷ്ടയായി സീത വനത്തിലും താമസിക്കുമ്പോൾ അവിടെ രാമനൊരു ട്രാജിക് ഹീറോയാണ്. സമ്മതമാണ്. പരിത്യജിച്ച സീതയുടെ കുഞ്ഞ് രാമന്റെ സിംഹാസനത്തിലേക്ക് രാമന്റെ അടുത്ത അവകാശിയായി കയറിയിരിക്കുമ്പോൾ ഒരമ്മയുടെ ആഗ്രഹവും ഒരു ജനതയുടെ ആഗ്രഹവും സാക്ഷാൽ പിതാവായ രാമന്റെ ആഗ്രഹവും പൂർണ്ണമായി സഫലീകരിച്ച് എല്ലാ മനുഷ്യനും അന്തർധാനം ചെയ്യുന്നത് പോലെ വന്ന ഭൂമിയിലേക്ക് പാർത്ഥിവ പരമാണുവിൽ നിന്നുണ്ടായ സീത പാർത്ഥിവ പരമാണുവിലേക്ക് ലയിക്കുന്നതും ജലീയമായ പുരുഷത്വം ജലത്തിലേക്ക് ലയിക്കുന്നതുമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വാൽമീകിയുടെ വചനങ്ങൾ ദുരന്തപര്യവസായികളല്ല. രാമനേക്കാളേറെ സീതാപരിത്യാഗ ഘട്ടത്തിൽ സീതയുടെ അന്തർധാനം ഒരു ജനതയുടെ ഭാവമായി മാറുമ്പോൾ രാമായണത്തെക്കാൾ അത് സീതായനമായി മാറുന്നു. അത് നമുക്ക് തന്ന ത്യാഗമാണ്. നമ്മുടെ അമ്മമാരെല്ലാം നൂറ്റാണ്ടുകളോളം ഉത്തമമായി ഇവിടെ ജീവിച്ചത്. ക്ലിയറായി? പക്ഷെ അതിനകത്തെ കഥാപാത്രമായ രാമൻ ട്രാജിക് ഹീറോയാണ്. പക്ഷെ അത് വന്നു ചേരുന്നത് ട്രാജഡിയിലല്ല. അവിടെ വസിഷ്ഠനുണ്ട്, മുനിയായ വാൽമീകിയുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. പരിത്യക്തയായിരുന്ന സീതയുടെ പുത്രനെ സിംഹാസനത്തിലേക്കിരുത്തി കുലപുരോഹിതൻ അഭിഷേകം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ദുരന്തമാവും? രാമൻ വേറൊരു വിവാഹം കഴിച്ചുമില്ല. കൊട്ടാരത്തിൽ എത്രയോ അന്തഃപുര നാരിമാരുണ്ടാവും. സീത പോയപ്പോട്ട് വേറെണ്ണത്തിനെ കല്യാണം കഴിച്ച് അതിൻ്റെ കുട്ടിയെ അവിടെ കയറ്റിയിരുത്തി പഠിക്കൽ സത്യാഗ്രഹത്തിനായിട്ട് സീതയും കുഞ്ഞും കൂടെ വന്നാൽ ദുരന്ത പര്യവസായി. All right? ഇത്രയും നേരം നിങ്ങൾ കുട്ടികളോട് സംവദിക്കാൻ ഇടയാക്കിയ മഹത്കാരുണ്യത്തിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട്, കുട്ടികളാണ് നിങ്ങൾ, ഒരു ആശ്രമ അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ യുവാക്കളെയൊക്കെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വാമിജി, അദ്ദേഹം വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു പരിപാടി
അദ്ദേഹം പലപ്പോഴും ക്ഷണിക്കുമ്പോൾ വരാൻ ഭയന്നതുകൊണ്ടാണ് വരാതിരുന്നത്. കാരണം എൻ്റെ പരിചയവും എൻ്റെ ഓട്ടവും വലിയൊരു ജനതയുടെ ഇടയിലൂടെയാണ്. കൃത്യമായ തലത്തിലൊരു ആശ്രമത്തിലൂടെയല്ല ഞാൻ ഇതുവരെ ഓടിയിരുന്നത്. ഇപ്പം എല്ലാ വാക്കും എല്ലായിടത്തും ഉപയോഗിക്കാൻ പാടില്ല. ഒരു വാക്കറിയാതെ ഇവിടെ വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് ദുഃഖിക്കാൻ ഇടയാവരുത് എന്ന് സൂക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നത് കൊണ്ടും ഇന്ന് അതിന് കുറച്ച് മാറ്റം വരികയും എൻ്റെ പരിവ്രജനം അല്പമൊന്ന് കുറഞ്ഞ് ഒരാശ്രമ അന്തരീക്ഷത്തിൽ ഞാൻ 2-3 ദിവസമെങ്കിലും ഇരിക്കാറാവുകയും ചെയ്തതുകൊണ്ടാണ് സ്വാമിജി വിളിച്ചപ്പോൾ ഇത്തവണ വരാമെന്ന് ഞാൻ. ഇല്ലെങ്കിൽ ഇത്തവണയും വരുമായിരുന്നില്ല. കാരണം കറങ്ങി നടക്കുന്നവൻ്റെ കാൽപാദങ്ങളിൽ അനേകതരം പൊടികളുണ്ട്. അത് മറ്റുള്ളവർക്ക് അശുദ്ധി ഉണ്ടാക്കരുത്. അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വന്ന് ഒരാശ്രമത്തിൽ വന്നിരുന്ന് അവിടുത്തെ വെള്ളവും അവിടുത്തെ അന്തരീക്ഷവും മലിനമാക്കി വാക്കുകൾ വികലമായി ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടികളുടെ മനസ്സ് വികലമാക്കി കടന്നുപോയാൽ ശാപഗ്രസ്തമാവും. അതുണ്ടാവരുതെന്ന് ആദ്യ അവസാനം ചിന്തയുണ്ട്. നല്ലതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മോശമായതൊന്നും ചെയ്യരുത്. നല്ലത് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ടാണ് മുൻ വർഷങ്ങളിൽ വിളിച്ചപ്പോൾ തിരക്കുകൊണ്ടൊന്നുമല്ല. തിരക്കൊക്കെ ഓരോ അഭിനയമാണ് എല്ലാവരും. മറ്റുള്ളിടത്തൊക്കെ പോകാമെങ്കിൽ, കാരണം ശ്രീമദ് സ്വാമി ചിദാനന്ദപുരിജിയോടും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തോടുമുള്ള ബഹുമാനവും ആദരവും കൊണ്ടാണ് വരാതിരുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല. ഇത്തവണ വരാൻ തോന്നിയത് ഒരു ചെറിയ ആശ്രമ അന്തരീക്ഷത്തിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അച്ചടക്കം വരും. അത് വേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. വെറുതെ ഇങ്ങനെ തിണ്ടുന്നതാണ് രസമുള്ളത്. ജീവിതത്തിൽ യാതൊരു ഇതുമില്ലാതെ തിണ്ടുന്നതിനോളം സുഖം വേറൊന്നുമില്ല വ്യക്തിപരമായി. അതിനിടയിൽ ഏതോ കാല പ്രവർത്തനം കൊണ്ട് കാലിടറിയതോ കാല് ബലിഷ്ഠമായതോ എന്ന് നിശ്ചയമില്ലാതെ ഒരു ആശ്രമത്തിൽ കുറച്ചായി ചുമതലയുണ്ട്. അപ്പോൾ കുറച്ച് അച്ചടക്കമൊക്കെ വരും. അപ്പം അതുകൊണ്ടാണ് സ്വാമിജി വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വന്നത്. പഴയ സ്വഭാവം മാറിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ കാലുഷ്യമുള്ളവയോ മര്യാദാഹീനമായവയോ ശൈലീഭംഗമുള്ളവയോ ആണെങ്കിൽ അവയൊക്കെ എൻ്റേതാണ്. ഇനിയും മാറാത്ത എൻ്റെ വാസനയിലെ അവയ്ക്ക് നിങ്ങൾ എന്നോട് കൊടുക്കുക. അത്യാവശ്യം ശിക്ഷിക്കുന്നതിനും വിരോധമുണ്ടാവില്ല. ഭാവിയിൽ നിങ്ങൾ പഠിച്ചു വലുതായി വരുമ്പോൾ കാതുകുത്തിയവൻ കടന്നു പോകുമ്പോൾ കടുക്കനിട്ടവൻ വരേണ്ടതാണ് ഈ മണ്ണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് നിങ്ങൾ അതിനേക്കാൾ ഉയർന്നു വരുന്ന സമയത്ത് സ്വാമിജി അന്ന് പറഞ്ഞു തന്നത് പോരായല്ലോ എന്ന് തോന്നിയാൽ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിളിച്ചു തിരുത്തുന്നതിൽ മടിക്കണ്ട. അതേസമയം നല്ലതും വല്ലതും നിങ്ങളുടെ ഭാവിക്കുള്ളത് കേട്ടെങ്കിൽ അതിലൊരു ശബ്ദവും ഒരു വാക്കും എൻ്റെയല്ല, കൃപാനിധികളായ എൻ്റെ അച്ഛനമ്മമാരുടെ, അഹൈതുക കൃപയുണ്ടായിരുന്ന എൻ്റെ ആചാര്യവര്യന്മാരുടെ ജീവിതത്തിലുടനീളം അങ്ങേയറ്റം കൃപയുള്ള ആചാര്യന്മാരെ പരിചരിക്കുവാനും അവരുടെ കാൽനഖേന്തു മരീചികളെ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുവാനും ഇടയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ പറഞ്ഞതിൽ നല്ലവ മുഴുവൻ. മോശമായത് എൻ്റേത്. ഇനിയും ഞാൻ നന്നായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ്. അവയ്ക്കുള്ള ശിക്ഷ എന്നിൽ ഒതുക്കി നിർത്തി നല്ലതിനുള്ള നമസ്കാരങ്ങൾ എൻ്റെ പൂർവാചാര്യ പാരമ്പര്യത്തിന് മാത്രമായി നൽകി നിങ്ങൾ മുന്നോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ദോഷവശങ്ങളൊന്നും നിങ്ങൾ അനുകരിക്കരുതെന്ന്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട നന്മയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വഴിയും വെളിച്ചവുമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.